മുഴുവൻ വായി കയറി. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ബീച്ചിലാണ്. വർക്കല ബീച്ചിൽ ഇപ്പോൾ ഒരു പുതിയൊരു ആക്ടിവിറ്റി വന്നിട്ടുണ്ട്. ആക്ടിവിറ്റീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. അപ്പം അതിൻ്റെ യാത്രകളും കാര്യങ്ങളൊക്കെയാണ്. ഏരിയ അങ്ങ് കാണിച്ചു തരാം, നല്ലതാണ്. ഓക്കെ. അതുപോലെ തന്നെ ഡ്രോൺ വിഷ്വൽ ഞാൻ കുറച്ച് എടുത്തു. പക്ഷേ വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത്, അത്യാവശ്യം ഞാൻ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്യാം, നിങ്ങൾ കണ്ടു നോക്ക്. പക്ഷേ പ്രശ്നം അതല്ല. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പരുന്തും കാക്കയും ഡ്രോണിൻ്റെ പുറകെ ഓടിച്ചിട്ടാണ് കൊത്താൻ വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നതിൻ്റെ മാത്രമല്ല, ഇത് നിങ്ങൾ വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ആ ഒരു ഭാഗത്ത് നിന്നിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ ഇവിടെ നിന്നിട്ട് ഒരു വിഷ്വൽ മാത്രമായിട്ട് സൈഡിൽ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. കാരണം ഇത്രയും ഒരു എഫക്റ്റ് ഞങ്ങൾ വിചാരിച്ചില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തന്നെ കാരണം. ഇത് നിങ്ങൾക്ക് വളരെ വർത്തായിരിക്കും ഈ സംഭവം. ഒരു നഷ്ടമില്ല. 120 രൂപ എടുത്താലും വേണ്ടില്ല, ഒരു നഷ്ടമില്ല. നേരത്തെ 150 പറയുന്നത് കേട്ടു. ഇപ്പോൾ അത് മാറ്റി 120 അങ്ങാണ്ടായിരുന്നു പറഞ്ഞു. എന്തായാലും നല്ല ഞങ്ങൾ പോയിട്ട് വന്നതാണ്. അതിന് ശേഷം ഞങ്ങൾ തരുന്നത്. എന്നാലും നിങ്ങൾ ബാക്കിയുള്ളത് കണ്ടു നോക്കാം. ഞങ്ങളുടെ യാത്രയും ടിക്കറ്റ് എടുക്കുന്നതും ഇതിനകത്തുള്ള ഘോഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ. ഒടുക്കത്തെ വെയിലാണ് കേട്ടോ. പരുവ എൻ്റെ കണ്ണെടുത്ത് വെച്ചാൽ താഴെ പോകും. ഓക്കെ. ഇത് കയ്യിൽ പേഴ്സും പൈസ ഇരിക്കുന്നുണ്ട്. കണ്ണാടി ഇപ്പോൾ താഴെ വേണേ. അപ്പോൾ ഞങ്ങൾ 8 പേരുണ്ട്. കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നിച്ച് കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് 4 പേര് വീതം കയറി. 4 പേര് പോയിട്ട് തിരിച്ച് വന്നിട്ട് ബാക്കി 4 പേരെ വിടാം. അങ്ങനെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടെ നിന്നാണ് അങ്ങോട്ട് ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്ത് കയറേണ്ടത്. ഇവിടെ ടിക്കറ്റ് അപ്പോൾ അന്ന് ടിക്ക് ചെയ്ത് തരുമോ? അറിയാം. ഓക്കെ. സേഫ്റ്റി ജാക്കറ്റ് മസ്റ്റായിട്ട് വേണം. അങ്ങനെ സേഫ്റ്റി ജാക്കറ്റും ഒക്കെ ഇട്ടു. ഇനി ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന 4 പേര് ഞങ്ങൾ തിരിച്ചു വന്നതിന് ശേഷം അവരുടെ കൊണ്ടുപോകും. ഓക്കെ. എന്താ മൊബൈലൊക്കെ തെറിച്ച് പോകരുത് കേട്ടോ. നിങ്ങളുടെ പോക്കറ്റ് മൊബൈലിൽ മുട്ട് പോക്കരുത്. ആണങ്ങനെ അത്രേ ഉള്ളൂ. എനിക്ക് മതി. അവിടെ ഇല്ലെന്ന് ഇവിടെ തര കൂടുതൽ. വാ. എന്തു പറ്റി? വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? സർവ്വവിധ ജീവനും പോയില്ലേ? ഇതേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്യാമറയിൽ കാണുന്ന സീനല്ലത്. വന്നെന്ന് അനുഭവിച്ച് നോക്കണം കേട്ടോ. ഇപ്പം ഈ സൈഡിലോട്ട് കുറച്ച് തിര കുറവാണ്. പക്ഷേ അവിടെ എടുത്ത് അടിക്കും മേപ്പോട്ട്. അപ്പോൾ നന്നായിട്ട് പിടിച്ചിരിക്കണം, പേടിക്കണ്ട. ഇത് കൊള്ളാം കേട്ടോ. ഇത് നല്ലൊരു എന്താ പറയുക, പുതിയ സംഭവം എന്നൊക്കെ പറയാം അല്ലേ? വലിയ തര വരുന്നുണ്ട്. അല്ല, ഇവിടെ അത്രയും പ്രശ്നം വരത്തില്ല. അങ്ങോട്ട് പോയിട്ട് കണ്ടോ. പേടിക്കണ്ട. എങ്ങനെയുണ്ട്? ഇത് പിടിച്ചെന്നോ? പേടിക്കണ്ട. പോകാവുന്നോ? എവിടെ? അങ്ങപ്പുറത്ത് പോയി. ഇവിടെ ഇഞ്ഞുവാ. ഇവിടെ നിൽക്കി. જવું નથી. ફોટો પાડવા ഞാൻ പോയി നോക്കട്ടെ. മോൾ അവിടെ നിൽക്കുന്നു. പിടിച്ചിക്കോ, കുഴപ്പമില്ല. പോയി മോളെ നോക്കിട്ട് വരട്ടെ. അമ്മുവിൻ്റെ അമ്മൂമ്മയും ഇവിടെ നിൽപ്പുണ്ട്. അവർ ശക്തിയായ തരയായിരുന്നു. വാ.
അവിടെ തിര കുറവാ, അവിടെ തിരയില്ല. അത് തന്നെ അങ്ങോട്ട് പോവാ. ഇതാണ്ട് ഈ തിര അച്ഛൻ പറഞ്ഞ ഐഡിയ പറഞ്ഞു. ഈ തിര ഇവിടെ നിന്ന് വരത്തില്ലയോ? വേണ്ട, തിര പൊങ്ങി വരുമ്പോൾ നേരെ നിൽക്കരുത് കേട്ടോ. മുട്ടൊരൽപ്പം ഒന്ന് വളച്ചു കൊടുത്താൽ മതി. മുട്ട് തന്നെ മുമ്പോട്ട് ഇങ്ങനെ, ഈ മുട്ട് ഇങ്ങനെ വളച്ചിടും. ആണ് അത്ര ഇടും. കണ്ടോ കണ്ടോ? അങ്ങനെ നിന്നാൽ മതി. അത് നേരെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എടുത്തടിച്ച പോലെ ആയി പോകും. വാ അങ്ങോട്ട് വാങ്ങും ചെയ്യും. അച്ഛൻ്റെ കൈ പിടിച്ചു വാ. അയ്യോ പേടിച്ച് പോയിരിക്കുന്ന കമ്മൂൻ്റെ. വാ അങ്ങോട്ട് വന്നേ. വാ വാ അച്ഛൻ പിടിച്ചേക്കും. വാ മകൾ വാ. വാ അച്ഛൻ പിടിച്ചേക്കും. വാ കുഞ്ഞെ നീ വാ. നീ വാ. മോൾ അച്ഛൻ്റെ കൂടെ ഇന്നലെ പഠിക്കുന്നത്. വാ പേടിക്കണ്ട, നീ പോന്നാ മതി. ഇത്രയും കാര്യമുള്ളൂ. ആ നീ ഇവിടോട്ട് തിരയില്ല. ഇവിടെ ചെറിയ തിരയുള്ളൂ. കണ്ടോ? തെളിച്ച് വെള്ളത്തിൽ വീണിട്ട് ഉടക്കണത്. പതുക്കെ പതുക്കെ ആണ്. ഇത്രയേ ഉള്ളൂ. ആ വന്നേ. പേടി പോയോ? അമ്മാവിയൊക്കെ തെറിച്ച് വെള്ളത്തിൽ പോയെന്ന് തോന്നുന്നു. പോയോ? പിടിച്ചു പിടിച്ച് വരുന്നുണ്ട്. ഇതുണ്ടോ? തിരമാലയുടെ ഒരു പോക്കുണ്ട. ഈ സൈഡ് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കും. ഞാൻ ഇതിൻ്റെ ആ ഒരു സൈഡിൽ നിന്നിട്ട് ആ ഒരു സൈഡിൽ മാറി നിന്നിട്ട് കാണിച്ചു തരാം ആ തിര പോകുന്നത്. ഇവിടെ നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ആ ഫ്ലോട്ടിങ്ങിൻ്റെ ആ ഒരു ഹമ്പിങ് കണ്ട കണ്ട തിര വരുന്നതനുസരിച്ച് ഒന്നും കൂടി നോക്കി അറിയാം. കണ്ടോ? നല്ല വലിയൊരു തിരയാണ് പോകുന്നത്. കണ്ടോ? ആ തിരയുടെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ കണ്ടോ? കണ്ടോ? ഇത് കൊള്ളാം. വലിയൊരു എക്സ്പീരിയൻസ് ആയി സംഭവം. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, കുറേ ഇത്തരത്തിലുള്ള ചെറിയ സ്പീഡ് ബോട്ടുകൾ ഒക്കെ ഉണ്ട്. എൻ്റെ വായിക്കാത്തല്ല വെള്ളം കയറി. ഉപ്പുവെള്ളം വായി കയറി.
മോളെ പിടിച്ചോ. ഇത് കൊള്ളാം കേട്ടോ. ഇനി ഞങ്ങളുടെ സൂപ്പർ 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 സൂപ്പർ, ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങളുടെ 4 പേരിനി അവിടെ നിൽക്കുക. സത്യം കേട്ടോ, ഇതൊരു വല്ലാത്ത അനുഭവം. സൂപ്പർ അല്ലേ? ഉപ്പുള്ളൊക്കെ തിന്നു. അമ്മ ഓടി. കുഴിയിലോട്ട് എടുത്താടിയോ മോളെന്തിയ വായോ വായോ. മൊബൈൽ 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 ഇപ്പൊ തിര ഇച്ചിരി കുറഞ്ഞു. നേരത്തെ ഭയങ്കര തിരയായിരുന്നു. പാരാഗ്ലൈഡിങ് വേണ്ട. പാരാഗ്ലൈഡിങ് ഇത് കൊള്ളാം സംഭവം. ഇത് കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇതുപോലെ ഇത്തരത്തിലുള്ള സംഭവം എന്നങ്ങനെ പറഞ്ഞെങ്കിൽ എനിക്ക് അത്ര ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല. പക്ഷേ സംഭവം കിടിലമാണ് കേട്ടോ. വയ്ക്കോ വയ്ക്കോ, പിടിച്ച് വെച്ച് പോ. നീ പേടിയാണോ? എങ്ങോട്ട് നോക്കാം. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പുറകിൽ. ഈ ഒരു ഭാഗത്ത്, അതായത് നമ്മളിങ്ങനെ കയറുന്ന ഭാഗമുണ്ടല്ലോ, കയറുന്ന ഭാഗത്തൊരു പകുതി പോർഷനാണ്. പ്രത്യേകിച്ച് അങ്ങ് ലാസ്റ്റ് എൻഡ് വരുന്നിടത്തായിട്ട് നന്നായിട്ട് തിരയുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്ന ഭാഗം മുതൽ നന്നായിട്ട് തിരയുള്ള ഏരിയ. ഇതൊരു ബാലൻസിലങ്ങ് പോയാൽ മതി, അത്രയേ ഉള്ളൂ. ഓരോ തിരയുടെയും ഇളക്കം അനുസരിച്ചിട്ട് ഇത് കണ്ടോ, ആൾക്കാരൊക്കെ ഒരു 16 അടി കേട്ടോ. ഏകദേശം ഒരു, ഞാൻ പറഞ്ഞില്ല, ആ ഒരു ലാസ്റ്റ് എൻഡ് മുതൽ കുറച്ചൊരു സെൻറ്റർ ഭാഗത്തൊക്കെ ഏറ്റവും കൂടുതൽ തിര വന്നിരിക്കുന്നത്. അവിടെയാണൊരു നമുക്ക് പേടി തോന്നുന്നത്. കാണുന്നുണ്ടോ കാണുന്നുണ്ടോ? അത് ലാസ്റ്റ് എൻഡിൽ കുഴപ്പമില്ല. എന്തായാലും വലിയൊരു അംഗം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരിക. സംഭവം ഓക്കെ ആയി. വന്നേ, 4 പേര് അടുത്ത് പേര് വന്നേ. വാ വാ, ഞങ്ങളുടെ കൂടെ 4 പേരുണ്ട് കേട്ടോ. പറഞ്ഞാണ്. ആ ഉണ്ടാകുന്നു. ഉണ്ട് ഉണ്ട് ഉണ്ട്. മക്കൾ അറിയിക്കോ? കുഴപ്പമില്ല, പതൊക്കെ വന്നാൽ പേടിക്കണ്ട. കയറിക്കോ. പിള്ളേരെ പിടിച്ചോണം കേട്ടോ, ഭയങ്കരമായിട്ട്. അതുപോലെ ഇതിങ്ങനെ പമ്പിങ് ചെയ്ത് വരുന്ന സമയമുണ്ട്. ആ സമയത്ത് നേരെ നിൽക്കരുത് കേട്ടോ. മുട്ട് കാണിങ്ങനെ ബാലൻസ് ചെയ്യുന്നതാണ്. കുറച്ച് വെള്ളത്തിൽ പേടിക്കും പേടിക്കും, നന്നായിട്ട് പേടിക്കും. പിടിച്ചു നിന്നിരുന്നാൽ മതി, കയറാൻ നിന്നാൽ മതി. ആയോ? എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? അത് പറ. ഇവനെ പറഞ്ഞു വിടാം.
അവിടെ അച്ചു സ്റ്റേഷനായിട്ട് പോകുന്നു. പക്ഷേ കുഞ്ഞുങ്ങളുണ്ട്, അവരെയും കൂടെ പിടിച്ചോണ്ട് പോകാൻ പറഞ്ഞിട്ട് അപ്പോൾ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. കൊള്ളാം. വർക്കലയിൽ എത്താൻ ഇത്ര ഒരു കാര്യം ചെയ്തത് നന്നായി. എന്തായാലും നല്ലൊരു അനുഭവമായത്. കാരണം എന്തോ ഞാൻ പറഞ്ഞത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ വന്നു നോക്കണം. ഇപ്പം തന്നെ നോക്കിയാൽ ഇപ്പം സമയം ഏകദേശം ഒരു 6 മണി കഴിഞ്ഞു. സൂര്യൻ തണ്ട അസ്തമിക്കാൻ പോകുന്നു. നിങ്ങൾ എത്രമാത്രം ആൾക്കാരുണ്ട് നോക്കി. ഇനി തീരാറായി. ഇനിയിപ്പോൾ കുറച്ച് പേരെ കൂടെ നിർത്തിയിട്ടുണ്ട്. അവരുടെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഇതിപ്പോൾ ക്ലോസ് ചെയ്യും. നല്ല രസമുണ്ട് കേട്ടോ. അതാണ് ആ ഒരു തിര വരുന്നുണ്ട്. ആ ഒരു തിര ഇപ്പോൾ ഒരു ചെറിയ തിരയാണ് വരുന്നത്. അവിടെ എൻ്റെ ഷൂ മൊത്തം നനഞ്ഞ് നാശമായി. ഷൂ എല്ലാം പോയി. അപ്പം നിങ്ങൾക്കൊക്കെ വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വരിക. സ്ഥലം അറിയാമല്ലോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ വർക്കല ബീച്ചിലാണ്. വർക്കല ബീച്ചിൽ. ഓക്കെ. അപ്പം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ